ഹായ്, അപ്പോൾ ഞാനിതാ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് സംസാരം ടിവിയിലൂടെ നിങ്ങൾ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അറേബ്യൻ സ്വീറ്റ് ആയിട്ടുള്ള ലബനീസ് സ്വീറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കപ്പ് റവയാണ്. നമ്മൾ റവ വെച്ചിട്ടാണ് നമ്മുടെ ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലോട്ട് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതേപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ അതിലോട്ട് മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാര, പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് 5 കപ്പ് പാല്. അപ്പോൾ നമുക്ക് നമ്മുടെ ലബനീസ് സ്വീറ്റ് റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം 1 കപ്പ് മൈദ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 2 കപ്പ് മിൽക്ക് പൗഡറാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ 5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് നമുക്ക് സ്റ്റവിലോട്ട് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം കൈവിട്ട് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മളിത് കുറുക്കിയെടുക്കാന്ന് പറയുമ്പോൾ ഈ പാലൊക്കെ ഒന്ന് വറ്റി റവയൊക്കെ ആയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കോൺഫ്ലവർ ഒഴിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെറുതെ ഒന്ന് കട്ടയില്ലാതെ ഒന്ന് ലൂസാക്കി എടുത്തതേ ഉള്ളൂ. എന്നിട്ട് അത് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവയും നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മിക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ബട്ടർ ഉപയോഗിച്ച് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മുടെ ട്രേ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രീസ് ചെയ്തെടുത്ത ട്രേയിലോട്ട് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയത് നമുക്ക് നമ്മുടെ ഈ ട്രേയിലോട്ട് മാറ്റിയെടുക്കാം. ട്രേയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. 1 മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ അലിയുന്ന വരെ ഒന്ന് മെൽറ്റ് ചെയ്തെടുപ്പിക്കാം. ഇതിനിടയിലായിട്ട് തന്നെ നമുക്ക് ഇതിലോട്ടൊരു 3 ഏലക്ക കൂടി ഇടാം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാരയെ നന്നായിട്ടൊന്ന് മെൽറ്റ് എടുപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ അവസാനമായിട്ടുള്ളൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോക്കനട്ട് ജസ്റ്റ് ഒന്ന് പഞ്ചസാരയും കൂട്ടി ഒന്ന് ചൂടാക്കി ഒന്ന് കളർ മാറ്റിയെടുത്തത് മാത്രമേ ചെയ്തുള്ളൂ. ഇതേപോലെ നട്ട്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ജസ്റ്റ് ഒന്ന് ലുക്കിന് വേണ്ടി മാത്രമായിട്ട് നമ്മളിത് ചെയ്യുന്നത്. ഇതിലോട്ട് പിസ്തയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ലബനീസ് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലബനീസ് സ്വീറ്റ് ഇവിടെ എല്ലാം തണുത്തൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് സെർവ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊന്ന് സ്ക്വയറിലോ എങ്ങനെ വെച്ചാൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ലെയേഴ്സ് ഇട്ടാണ് എടുക്കുന്നത്. നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമുക്കൊരു പീസ് എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള അറേബ്യൻ സ്വീറ്റായ ലബനീസ് സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.